ഗുഡ് മോർണിംഗ്. ഡോറാണോ? സൺറൈസ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവും കോഴി കൂവും കേട്ടോ. അപ്പൊ പിന്നെ അലാമിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ ഇവരെണ്ണിക്കും. ഇവരെണ്ണീറ്റ് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. എന്തായാലും നമുക്കിതുകൊണ്ട് ഉപകാരമേ ഉള്ളൂ. തിരിച്ചു പോകാനായിട്ട് ആകെ 3 ദിവസമേ ഉള്ളല്ലോ. അപ്പൊ മാക്സിമം ടൈം നമുക്ക് വീട്ടിൽ തന്നെ ഇന്ന് സ്പെൻഡ് ചെയ്യണം. കാരണം ഫുൾ കറക്കമൊക്കെ ആയിട്ട് വീടും പറമ്പും കണ്ടവും ഒന്നും എനിക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞൊരു 1 വീക്കായിട്ട് ഫുള്ള് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ച് മടുത്തിട്ട് എനിക്ക് ഹോംലി ഫുഡ് അത്രയ്ക്കും ഗ്രേവിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ ഉപ്പിലിട്ട ലോലോലിക്കായിട്ട് കഞ്ഞി കുടിച്ചു. പറയുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് നാവില് വെള്ളം കയറുക. അതുപോലെ പൊങ്ങ്, ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടാണ് പൊങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വരുന്നതിന് തന്നെ കുറെ ഇവര് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ഞാൻ സാധനങ്ങൾ വെച്ചിട്ട് പോയതാണ്. പാകം ഇത് മാത്രമാണ് ബാക്കി. മുറ്റത്തും പറമ്പിലും ഉള്ള കൃഷി ഇപ്പോൾ വരാഞ്ഞിട്ട് ടെറസിൽ കുറച്ച് സ്പേസിലൂടെ കുറച്ച് സാധനങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നടക്കലായിരുന്നു പിന്നീട് എന്റെ പരിപാടി. പണ്ടേ ഇങ്ങനെ ചാക്കിൽ ചീര മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ, പച്ചയും ചുമപ്പും ഒക്കെ ആയിട്ട്. പിന്നെ ഈ സാധനം കണ്ടോ, ഞങ്ങളിവിടെ കമ്പിളി നാരങ്ങ എന്നാ പറയാ. പിന്നെ ഓമയ്ക്ക, പപ്പായക്ക് ഞങ്ങൾ ഓമയ്ക്ക എന്നാ പറയാ, വേറെ പേരുകളുണ്ടെന്ന് അറിയാം. അപ്പൊ അതും ഈ ചാക്കിലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗപ്പി കൃഷി ഉണ്ട് കേട്ടോ. അത് എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഡോറ ഇതിനെ പെറുക്കി കുറച്ച് തിന്നുന്നത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ. പിന്നെ വീടിനുള്ളിൽ കുറച്ച് അച്ഛന്റെ പണ്ട് കുറെ പഴയതാണ് ഒരു സ്റ്റുഡന്റ് കൊടുത്ത പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതുവരെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രെയിം ആക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നോട്ട വിട്ടു. നേരത്തെ കണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് ആക്കായിരുന്നു. എനിവേ ടൈം ഉണ്ടല്ലോ. പിന്നെ ഇവര് റോക്കിയും ജാക്കിയും ഇതുവരെ എന്റെ അടുത്ത് അങ്ങോട്ട് അടുത്തിട്ടില്ല. പാവങ്ങൾ എപ്പോഴും പേടിയാണ്, എല്ലാരും പേടിയാ. പുറത്ത് കൂട്ടിൽ ഇവർ 2 ഇട്ടേക്ക, ബാക്കി 2 പേരും വീട്ടിൽ തന്നെയാണ്. ഹലോ ഗായ്സ്, രാവിലത്തെ പരിപാടികൾ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഒന്ന് സെറ്റായത് കണ്ടത്തിലോട്ട് ഇറക്കിക്കണം, കണ്ടം വഴിയോടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടം, അച്ഛനിവിടെ റിട്ടയർമെന്റിന് ശേഷം കുറച്ച് കൃഷി പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടു വെക്കാം. ഇൻഫ്ലുവൻസർ നമ്മുടെ എനിക്ക് എന്തായാലും സൗണ്ട് പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, കോളേജിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തോന്നുന്നു ഇതിപ്പോൾ എന്താ വെയിറ്റ് വെച്ച് ഒരു സുഖമില്ലല്ലോ. അതാലും സമയമില്ല. പാടം പക്കരടി സാഹസികമായി ഓ ഗോഡ്, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്ത് മീൻ വെച്ചാ? അയ്യോ ഒരെണ്ണം ചത്തു, കുറ്റബോധം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. മീനെ പിടിക്കണ കണ്ടിട്ട് പിടിക്കണം നോക്ക്. ഡോറ മീനെ മീമീനെ വേണോ? മീമീനെ വീണോ? മീമീനെ തരില്ല കേട്ടോ. മീമീനെ വീണോ. എന്താ ചെറുതാണോ? അല്ല, ജീവനുണ്ട് അനങ്ങുണ്ടല്ലോ. ടൈം കൊടുക്ക്. അത്ര നേരം വലയിൽ നമ്മൾ പുറത്തെടുത്തോ? ഇത് ജീവനുള്ളത് വേറെ ഇവിടെ കിടക്കുന്നുണ്ട്. പോയിന്ന് തോന്നുന്നു. അതിന് ജീവനുണ്ട്. എനിക്കിത് കാണുമ്പോൾ കുറ്റപ്പാട്. ഇതെന്തോ കരിമീനോ? നത്രയോ? വാഴത്തപ്പകളുടെയിൽ 5-7 CPR കൊടുക്കണം.
എന്നാ ഇതായിരിക്കാം ഇവിടെ തലത്തില് തന്നെ അങ്ങനെയല്ല, ഇതിങ്ങനെ തലത്തില്ലയോ? ഓക്സിജൻ വെള്ളത്തിൽ കൂടുതൽ ഉണ്ടാവും. ആണോ? ഈ ഓക്സിജനിന്റെ കണ്ടന്റ് കൂടും വെള്ളത്തില്. ചിലപ്പം അതിന് ശ്വാസം വെള്ളത്തിൽ ഇടുന്നല്ല അതിന് ഇപ്പൊ ഞാൻ കുളത്തിൽ കിടന്നേ. ഇങ്ങോട്ട് എന്തോ സോറി ടൈപ്പിംഗ് ആണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ടൈപ്പിംഗ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. കണ്ടോ? നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെടി എടുക്കാൻ പറ്റും. ഇവിടെ പൂത്തേക്കുന്നുണ്ടോ? കണ്ടോ? 6 മാസം കൊണ്ട് ഇരുന്ന് കപ്പയാണ്. ഇത് റെഡ് ഡയമണ്ട്. ഇതിന് പേരൊക്കെയുണ്ട്. റെഡ് ഡയമണ്ട്, ലക്നൗ 41 അങ്ങനെ നല്ലൊരു പേര്. ലക്നൗ 41 ലക്നൗ ഇന്ത്യൻ പേരാ. ഹൈ വയലറ്റ് കളർ കാന്താരി അല്ല അല്ലേ ആണെന്ന് തോന്നിട്ടോ. VNR പേരെയോ? ടൈപ്പിംഗ് വെച്ചാ പിങ്ക് കളർ ആയിക്കകത്ത്. തായ്ലാന്റിന്റെ പേരയ്ക്ക. മറ്റേ വലിയ പേരയ്ക്കാന്നാണോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേ? ഓ അത് അടിപൊളി. ഷോ ഇതൊക്കെ കഴിക്കുമ്പോ അവിടെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടല്ലോ. എപ്പോ വേണം? ഇച്ചിരി കഴിഞ്ഞ് പറിച്ചു വെച്ചാൽ മതിയോ? ഇച്ചിരി കഴിഞ്ഞ് പറിച്ചു വെച്ചാൽ മതിയോ? പറിച്ചു വെച്ചിട്ട് വിളിക്കാന്ന്. പറിച്ചു വെച്ചിട്ട് പറയാം. എത്ര വേണ്ടേ? 100നോ? ഇത് സ്ട്രോബെറി പേര. റെഡ് തെറ്റി വെള്ളത്തിൽ ചടമ്പ്. ഇത് നമ്മള് ടൈപ്പിങ്ങിന് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് റെഡ് ഡയമണ്ടിന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കും. അതെന്താ ഗ്രാഫ്റ്റ് ചെയ്തേക്കണേ? നമുക്ക് ഇവിടെ വെച്ച് മണ്ണും ചെളിയും. അല്ല ഒരേ ആ റെഡ് ഡയമണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തേക്കാ. അത് ഷോർട്ട് ആവാനോ? ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ കുറെ ബ്രാഞ്ച് ഈ പ്രായത്തിലുള്ള ചെടിയുടെ തന്നെ ബ്രാഞ്ച് എടുക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടും. അതിന്റെ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ക്വാളിറ്റി കിട്ടത്തില്ല. ഇനം മാറും. അതുപോലെ അരി ആകുമ്പോൾ പേരൊക്കെ ഉണ്ടാകും, താമസം എടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിനാണ് സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ലെമണോ? ഞാൻ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇപ്പം 3 മാസമായി വാങ്ങിച്ചു വെച്ചിട്ട്. വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇതിന് പകുതി മേലെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. കണ്ടോ? സീഡ്ലെസ് ലെമൺ. ഞാൻ വരുമ്പോ കഴിച്ചേക്കണ ലെമൺ. ആപ്പിൾ ചാമ്പ. ഇതാണോ മറ്റേ ചെമ്പോട്ടിക്കാണോ? ആപ്പിൾ ചാമ്പ അല്ല, ചെമ്പോട്ടിക്കല്ല. ആപ്പിൾ ചാമ്പ വൈറ്റ്. ആപ്പിൾ ചാമ്പ വൈറ്റ്. ആപ്പിൾ ചാമ്പ റെഡ് ഡയമണ്ട്. ഇത് VNR പേര്. അയ്യോ ഇന്ന് ഡോറ താഴെ കിടക്കാം മിക്കാറും കണ്ടത്തി. എക്സ്ക്യൂസ് മീ ഡോറ. പൊഴിഞ്ഞു കിടന്ന കായില്ലേ? മറ്റേ ഗോവയില് കണ്ടതാ. ഗോവയില നമ്മളെ ടിക്കറ്റ് പൊഴിഞ്ഞു കിടന്ന കായില്ലേ, അതിന്റെ വലുത്. ഇത് ഒരു ഏകദേശം ഈ ഇലയുടെ വലിപ്പം വരും അതിന്റെ കാ. അതിനാണ് ബേർ ആപ്പിൾ എന്ന് പറയും. ഇതാണ്ട് പൂത്ത് കണ്ടോ? ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 4-5 ഇലയുള്ളായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഇത് പൂക്കാൻ തുടങ്ങി. കണ്ടോ? ഇതാണ് ബേർ ആപ്പിൾ. ശരി, ഗോവയിൽ ഇത് കൊറേ കണ്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ പയറാണോ? ഇത് ചതുരപ്പയർ, വൻപയറല്ലേ? ചതുരപ്പയർ. ഇത് 4 ചതുരം. ഇതിന്റെ പച്ച
ഇവിടെ ഏകദേശം ഇത് നമ്മൾ എന്താ കൂട്ടാൻ വെക്കാത്തെ? ചീര ഇത് ആ ഇത് ചീര, ഇത് റെഡ് ചീര വെക്കറിയോ? റെഡ് വെറൈറ്റി ചീര. ഇത് എന്താ ഇത് അസുഖം പിടിച്ചു തോന്നല്ലോ. ഇതിന് പുള്ളി രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മളിവിടെ നിർത്തിയ പകരുവോ? വേറെ ചൈര ഇവിടെ ഇപ്പില്ലല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ ഡോറ, താങ്കൾ മഴ മാറി തന്നാൽ ഞാൻ അയ്യോ താ പോണു ഈശ്വര. അച്ഛാ ഒരു സെക്കൻഡ് ഞാൻ വരുന്നുള്ളൂ. ഇനി ഇതിനകത്ത് ഒരു ഉണ്ട്, അതാണ് ഡോറ കാലം ഇത് കുരുങ്ങത് പോകരിപ്പൂ. ഇവിടെ ഒരു റെഡ് ഡയമണ്ട് പേര കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ വന്ന് ഞാൻ വാങ്ങിച്ചതിന് ശേഷം വന്ന കായാണ് റെഡ് ഡയമണ്ട്. കണ്ടോ ഇതിന് പൂ വന്നേക്കുന്നുണ്ടോ? ഇത് ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇങ്ങോട്ട് വേണം. ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് ഇപ്പൊ ഒരു ബ്രാഞ്ച് പുതിയ കളിച്ചുണ്ടോ? 6ാമത്തെ ഇലയില് മുട്ട വരുമെന്നാ പറയുന്നത്. 2, 4, 6ാമത്തെ ഇലയില് മുട്ട വന്ന് തുടങ്ങും. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇതുണ്ടോ മുട്ട ഉണ്ട് ഉണ്ടോ? ഇതെല്ലാം നമ്മളിപ്പോ കട്ട് ചെയ്ത് കളയുവാ. കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഇതിന്റെ വളർച്ച നിന്ന് പോകും. ആണോ? ഇത് മുട്ട കട്ട് ചെയ്ത് കളഞ്ഞ് ഇച്ചിരി വലുതായി പേര ചെടി വലുതായി കഴിഞ്ഞാൽ നമ്മള് അതിനെ കാണ്ടാകാൻ പെടുത്തുന്നു. ഇത് നമ്മുടെ ഇതാണോ? സ്വീറ്റ് പൊട്ടാറ്റോ ആണോ? അയ്യോ ഇത് ഉണങ്ങിയല്ല. നമ്മ സാധാ ചാമ്പയോ? ഇതാണ് സാധാ പലവലായിട്ടുണ്ടാകുന്ന ചാമ്പയാണ്. ഇത് നാടൻ പേരയാണ്. ഫുള്ള് പേരൊക്കെയാണല്ലോ. അടുത്ത ടൈം വരുമ്പോ പേരൊക്കെയാണ് തന്നെ കിളിച്ചു വന്നത്. ആദ്യമാണ് പേരൊക്കെ ഉണ്ടായിരുന്നു. കൊറേ റെഡ് ഡയമണ്ട് വെച്ചോ? റെഡ് ഡയമണ്ട് ആണ് ഇപ്പൊ ഞാൻ പറിച്ചു വെച്ചവിടെ കഴിച്ചോണ്ടിരിക്കുന്നത്. അതാ ഒരുപാട് ഉണ്ടാകുന്നത്. ഇതാണ് ബുഷ് ഓറഞ്ച്. ഓറഞ്ചാ? ബുഷ് ഓറഞ്ച് ഇത് നാളെ ചുമ മഞ്ഞിച്ചിരിപ്പുണ്ട്. ഇതൊന്നും പറിക്കുന്നതായിട്ടാണ് എടുക്കുന്നത്. പറിക്കണോ ഇപ്പം? ചുമ്മാ വീടെടുക്കാം. ഓറഞ്ച് ഈ ഓറഞ്ച് കൊള്ളാം. പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യട്ടോ. ഇത് നാരകം, അതായത് ഓറഞ്ച്. ഇത് ഓറഞ്ച് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഓറഞ്ചിൻ്റെ കുരു ഇട്ടപ്പോൾ കിളിച്ചു വന്നതാണ്. അതാണ് അവിടെ കൊണ്ടുവച്ച്. ഇതെല്ലാം 6 മാസം കെട്ടിടാം. ഇത് നമ്മൾ വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേനും എല്ലാം പറയും. ഇവിടെ എമറജൻസി വരാൻ ചാൻസ് ഉണ്ട്. കടവള എവിടെ വരാനുള്ള രീതി? വീട്ടിലാണോ? എവിടെ ഇടാൻ വന്ന്? കുറച്ച് കിട്ടാനട്ടെ. ഇത് ഒരെണ്ണം, ഇവിടെ വേറെ. മഞ്ഞ കളർ കപ്പയോ? ആ അതെന്ത് വാഴയാ? ഏത്തവാഴയാണോ? ആ മറ്റേ മനസ്സിലായി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിയതാ. ചുമന്ന കപ്പ. അയ്യോ ആ നമ്മൾ അന്ന് വർഷം എത്ര കിലോ ഉണ്ടായിരുന്നു?
ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നമ്മളിപ്പോ കപ്പ വെച്ചാരാ നാലിനകത്തുനിന്ന് കിട്ടിയതാണ്. ആ ഞാൻ കൊണ്ട് വെച്ച് അപ്പം അതായത് നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഞങ്ങൾ വെച്ച്. ഇതെന്ത് ഇഞ്ചി, ഇത് മഞ്ഞള് അല്ലേ? ഏതേടി അച്ഛാ? അത് അച്ഛാൻ എവിടെയോ കണ്ടല്ലോ ഞാന്. ഇതൊരു കുഞ്ഞിരിക്കുളം. ഇത് നമുക്ക് എന്താ പറയാ, ചുറ്റും കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം, പൂക്കളൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ അച്ഛൻ എന്താ വിചാരിക്കുന്നത് അച്ഛൻ അറിയുള്ളൂ. ബ്രിഞ്ചാൾ ആക്ച്വലി എനിക്കിങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ കൂടാനാണ് ഇഷ്ടം കേട്ടോ. എന്ത് ചെയ്യാനാണ്. വഴുതനങ്ങ. ഈ കുളം ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കുഞ്ഞിരിക്കണം. ചുറ്റും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം. ഇതെന്താ ജൈവവളം വേണോ? വളത്തിന് നാടൻ പേര. ഒരു പ്ലാവ് കൂടെ വെക്കണം. ഓമക്കായ. ഈ ചെടി എന്തിനാണ് ഇവിടെ ഇറക്കി വെച്ചേക്കണം എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അമ്മച്ചി പോയി. ഓല ആ ഇതേതാ? പഴുക്കാറായോ? ആ പഴുത്തിട്ടായാലും മതി. അവിടെ 600 രൂപയ്ക്ക് ഒരു ഓമയ്ക്കൊക്കെ. പൊട്ടുമാവോ? ആ ഇതോ 33 പ്ലാവ്. വിയറ്റ്നാം ആർലി. ഭീമൻ കപ്പയോ? ഭീമൻ കപ്പ. ഇതെന്താ വാഴയാച്ചാ? റോബസ്റ്റ് ആണോ? സ്നേക്ക് പ്ലാന്റ് ആണോ? കൊണ്ടുപോകണം. പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇവളെന്ന്. പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇവളെന്ന് ഗൈസ്. ഓക്കെ കർഷകശ്രീ. ഒരാളുടെ നോക്കണം. ചാർലി കുട്ടാ, ഹലോ ചാർലി. അവിടെ ഒരു ദാരിദ്ര്യം നടന്നിട്ടുണ്ട്. പൂക്കിയാണ് പൂക്കി. ഫിൽറ്റർ ഇല്ലാതെ ഒരു പരിപാടിക്ക് ഇറങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇന്നത്തെ വ്ളോഗിൽ ഇവിടെ ഒഴിവാക്കാം. കറിവേപ്പ്. ഇവിടെ സെറ്റാവാത്തൊരു സാധനമാണ് കറിവേപ്പ്. അച്ഛൻ ഈ കൊണ്ടുപോകാൻ കറിവേപ്പില വേണം. കരിമ്പ് വെള്ളം തൂങ്ങല്ലേ? മരവോട് നീ വരും കേട്ടോ. ഹലോ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇനി വീട്ടുകാരെ ഫുഡ് കഴിക്കാൻ ഉറങ്ങാം. അയ്യോ, അപ്പൊ നമ്മുടെ മീൻ വറുത്തതും ചേമ്പും കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങാം. ഗുഡ് നൈറ്റ്. അയ്യോ